ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പലതരത്തിലുള്ള പുതിയ പലഹാരങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാൻ കൊതി വരുന്ന പലഹാരത്തിൽപ്പെട്ടതാണ് കലത്തപ്പം. അപ്പോൾ നല്ല പോലെ ആരെടുത്ത കലത്തപ്പം വളരെ ഈസിയായി എങ്ങനെ തയ്യാറാക്കുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണിത്. അപ്പോൾ നല്ല പോലെ കുതിർത്തിയെടുത്തതിന് ശേഷം നമുക്ക് കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു 3 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കരുത്. നമുക്ക് കലത്തപ്പം നല്ല ആരോട് കിട്ടണമെങ്കിൽ ബേക്കിംഗ് സോഡ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരയാണ് വേണ്ടത്. ഏകദേശം ഒരു 300 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുത്തിട്ട് നമുക്ക് നല്ല ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പം അത് അരിച്ച് ചൂടോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ പൊടി പെട്ടെന്ന് വെന്ത് പോവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ കലത്തപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ലൂസായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. ഈ മാവ് ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് കലത്തപ്പം റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു കുക്കറിലേക്ക് 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ എണ്ണയിൽ നമുക്ക് ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത് കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും അതുപോലെ മൂപ്പിച്ചെടുക്കാം. ചുവന്നുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതിൻ്റെ 1/4 ഭാഗം മാത്രം ഈ എണ്ണയിൽ തന്നെ വെച്ച് ബാക്കിയുള്ളത് കോരി മാറ്റാം. അപ്പോൾ അത് കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിലാക്കി ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി നമുക്ക് നമ്മൾ കോരി വെച്ച തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെയിറ്റർ മാറ്റിയ ശേഷം കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ കുക്കർ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ടൊരു 7 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതുപോലെ നല്ല പോലെ ആവി പുറത്തേക്ക് വരും. ആ ടൈമിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വെള്ളം ഇങ്ങനെ ഉറ്റി തുടങ്ങും. ആ ടൈമിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇതുപോലെ വെള്ളം പുറത്തേക്ക് ഉറ്റി തുടങ്ങുന്ന ടൈമിൽ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. ആ ടൈമിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് തുറക്കാതെ ഇതുപോലെ തന്നെ വെക്കാൻ. ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ കലത്തപ്പം നല്ല പോലെ വെന്ത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ നിന്നും മാറ്റാം. നമുക്കിത് കൈവച്ചൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഇത് കിട്ടും. ഇല്ലെങ്കിൽ കത്തിക്കൊണ്ടൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് നമുക്കിത് ഇതിൽ നിന്നും പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു കേടും കൂടാതെ തന്നെ ഇത് നമുക്കിതുപോലെ എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ കലത്തപ്പം. ഇനി നമുക്ക് ഇത് മുറിച്ച് നോക്കാം. അപ്പോൾ ഇത് മുറിക്കുന്ന ടൈമിൽ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. അത്രക്കും സോഫ്റ്റാണ് നമ്മുടെ കലത്തപ്പം. അപ്പോൾ നല്ല പോലെ ആരെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉൾവശമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.